ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് ഒരു ചെറിയ വീഡിയോക്കകത്ത് അതിൻ്റെ സംഗ്രഹവും ചോദ്യോത്തരങ്ങളും എന്ത് ചെയ്യാൻ പോകുന്നു, സെറ്റാക്കാൻ പോകുന്നു. കഴിഞ്ഞ 2 പാഠഭാഗങ്ങൾ സംഗ്രഹം നമ്മൾ എടുത്തിട്ടുണ്ട്, ചോദ്യോത്തരങ്ങൾ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കാതെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പാഠഭാഗം എങ്ങനെ കയ്യിലൊതുക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത കുട്ടികൾക്ക് ഉള്ളതല്ല കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ വിചാരിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി എന്ത് ചെയ്തിരിക്കണം, വായിച്ചിരിക്കണം. അതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിനകത്ത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. പെരുമഴയത്ത് എന്ന പാഠഭാഗത്തിൻ്റെ പേരെന്താണ്, പെരുമഴയത്ത്. സെറ്റാണല്ലോ. നോക്കുക, ദേവകി നിലയങ്കോട് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയാണ് ദേവകി നിലയങ്കോട്. 1928 പൊന്നാനിക്കടുത്ത് മൂക്കുതലയിൽ ജനിച്ചു. ഇതാണ് നമ്മുടെ സംഭവം നടക്കുന്ന പ്രദേശം. ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല. 75ാം വയസ്സിലാണ് ദേവകി നിലയങ്കോട് എഴുത്ത് ആരംഭിക്കുന്നത്. സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. ഒരു എഴുത്തുകാരിയായി മാറുന്നത് 75ാമത്തെ വയസ്സിലാണ്. 70 വർഷം മുമ്പുള്ള സമുദായ ജീവിതത്തിലെ കൗതുകങ്ങളും വൈചിത്ര്യങ്ങളും ആചാരങ്ങളും പകർത്തിയെഴുതി. അനുഭവങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. നഷ്ടബോധങ്ങളില്ലാതെ യാത്ര, കാട്ടിലും നാട്ടിലും, വാതിൽ പുറപ്പാട്, കാലപ്പകർച്ചകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. 1948 ലക്കിടി ചെറാമംഗലത്ത് മനക്കൽ അന്തർജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും പിറന്ന തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് ദേവകി നിലയങ്കോടായിരുന്നു. 2023 ജൂലൈ 6 അന്തരിച്ചു. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ദേവകി നിലയങ്കോടിൻ്റെ മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പെരുമഴയത്ത് എന്ന പാഠഭാഗം. ദേവകി നിലയങ്കോടിൻ്റെ മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്നുള്ള പെരുമഴയത്ത് എന്ന പാഠഭാഗം കേവലം ഒരു മഴക്കാല അനുഭവം പങ്കുവെക്കുക മാത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെ വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മഴക്കാലത്ത് തൻ്റെ നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയൽ മാത്രമല്ല, പാഠഭാഗം വായിച്ച കുട്ടികൾക്കറിയാം, ആദ്യത്തെ 1-2 പാരഗ്രാഫിൽ തൻ്റെ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥിതി എന്തായിരുന്നു, കൃഷി ചെയ്യുന്ന സമയത്തുള്ള രീതി എങ്ങനെയൊക്കെയായിരുന്നു, അന്നപ്പോൾ ഉണ്ടായിരുന്ന പാട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വിശദീകരിച്ചിട്ടാണ് വെള്ളപ്പൊക്കത്തിലേക്ക് എഴുത്തുകാരി പോകുന്നത്. ലേഖനത്തിൻ്റെ തുടക്കത്തിൽ മൂക്കുതല എന്ന ദേശത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള വിവരണം, കായലുമായും കടവുകളുമായും തോണികളുമായും ബന്ധപ്പെട്ട ഒരു ജീവിതം വരച്ചു കാണിക്കുന്നു. കായൽ വറ്റിച്ചുള്ള കൃഷി, ചക്രം ചവിട്ടി വെള്ളം തേവുന്ന പണിക്കാർ, അവർ പാടുന്ന തേക്കുപാട്ടുകൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിലെ കാർഷിക സംസ്കാരത്തെയും കൂട്ടായ അധ്വാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇനി തുടർന്ന് ലേഖിക പ്രകൃതിയുടെ രൗദ്രഭാവത്തിലേക്ക്, ആ ഭാവത്തിലേക്ക് പ്രകൃതി മാറിയതിനെ കുറിച്ച് പറയുന്നു. 13ാമത്തെ വയസ്സിൽ തൻ്റെ നാട്ടുകാർ അനുഭവിച്ച ഒരു കർക്കടക രാത്രിയിലെ, എപ്പോഴാണ് സംഭവം നടന്നത്, കർക്കടക രാത്രിയിലാണ്. കർക്കടക മാസത്തിലെ രാത്രിയിലെ കൊടുങ്കാറ്റും പേമാരിയും ഭയത്തിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി വായനക്കാരന്, നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആര് ചെയ്തു തരുന്നു, ഇവർ വരച്ചു തരുന്നു. അസാധാരണമായ കൊടുങ്കാറ്റും പേമാരിയും ഭയത്തിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി അവതരിപ്പിക്കുന്നു. അസാധാരണമായ ഒരു മുഴക്കം, മരങ്ങൾ പൊട്ടിച്ചീന്തുന്ന ശബ്ദം തുടങ്ങിയ പ്രയോഗങ്ങൾ ആ രാത്രിയുടെ ഭീകരത വായനക്കാരനിലേക്കും എത്തിക്കുന്നു. വ്യക്തിപരമായ അനുഭവത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഈ സംഭവത്തിന് ചരിത്രപരമായ ഒരു മാനം കൂടി നൽകാൻ ലേഖിക ശ്രമിക്കുന്നുണ്ട്. 1942 ഈ വെള്ളപ്പൊക്കത്തെ MT വാസുദേവൻ നായരുടെ 4 കെട്ടിലെ വെള്ളപ്പൊക്കവുമായി ബന്ധിപ്പിക്കുന്നത് വായനയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നുണ്ട്. സെറ്റ്. അപ്പോൾ വെള്ളപ്പൊക്കം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, 1942. ദെൻ വെള്ളപ്പൊക്കം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്കിടയിലും പുഴയിലൂടെ ഒഴുകി വന്ന മരത്തടികൾ കുറഞ്ഞ വിലക്ക് വാങ്ങി ലാഭമുണ്ടാക്കിയ മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ ദുരന്തങ്ങളെ അതിജീവിക്കാനും അതിൽ അവസരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുന്ന മനുഷ്യ കഴിവ് കൂടി അനാവരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് താൻ കേട്ടറിഞ്ഞ 99 വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മകളും ലേഖിക പങ്കുവെക്കുന്നു. ചുരുക്കത്തിൽ ഗൃഹാതുരമായ ഓർമ്മകളുടെ ഒരു സമാഹാരം എന്നതിലുപരി
ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹിക ജീവിതവും പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ സങ്കീർണമായ ബന്ധവും അതിജീവനത്തിൻ്റെ പാഠങ്ങളും വളരെ തന്മയത്വത്തോടെ ആവിഷ്കരിക്കുന്ന ഒരു മികച്ച രചനയാണ് പെരുമഴയത്ത്. ഇത്രയുമാണ് പാഠസംഗ്രഹം. ക്ലിയർ ആവാത്തവർ ഒന്നുകൂടി കേട്ടു വെക്കുക, എന്നിട്ട് വരിക. വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന് ലേഖനത്തിൽ മനസ്സിലായല്ലോ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാനിടയുള്ള ഒരു വാർത്ത തയ്യാറാക്കുക. സാമ്പിൾ വാർത്തയാണ്, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. കനത്ത മഴയിൽ മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു. സ്ഥലത്തിൻ്റെ പേര് മൂക്കുതല. ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു. തോരാതെ പെയ്യുന്ന മഴയെ തുടർന്ന് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 10-ാം തീയതി തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപകടാവസ്ഥയിലുള്ള വീടുകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. റോഡുകൾ കവിഞ്ഞൊഴുകി മിക്ക വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു. പരിസരവാസികൾക്ക് ഒട്ടേറെ നാശനഷ്ടങ്ങൾ മഴക്കെടുതിയാൽ അനുഭവപ്പെട്ടു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരിസരത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മഴ വീണ്ടും തുടരുകയാണെങ്കിൽ ദുരിതബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. സെറ്റ് 5 മാർക്ക്. ദെൻ കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്യുക. നാട്ടറിവുകൾ എന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന അറിവുകളാണ്. ഗ്രാമീണ ജനതയുടെ ജീവിത രീതി, കലാപൈതൃകം, ആചാരവിശ്വാസങ്ങൾ, വാഗ്മയ രൂപങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽപ്പെടുന്നു. ഐതിഹ്യങ്ങളും നാട്ടുസംഗീതവും വാമൊഴി ചരിത്രവും നാടോടി കഥകളും ഭക്ഷണ രീതിയും നാട്ടുചികിത്സയും കൃഷി അറിവുകളുമെല്ലാം നാട്ടറിവാണ്. ഇവിടെ കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക എന്ന വാക്യത്തിൻ്റെ അർത്ഥം വലിയ കാറ്റുണ്ടാകുമ്പോൾ സാധാരണ പുറത്തു നിന്ന് അപകടകരമായ വസ്തുക്കൾ പറന്നെത്തുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല, വാതിൽ തുറന്നിട്ടാൽ വീടിനകത്ത് സുരക്ഷിതമായിരിക്കുന്ന വസ്തുക്കൾ താഴെ വീഴാനും സാധ്യതയുണ്ട്. വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നാൽ വീടിനകത്തൊക്കെ കയറിയ വെള്ളം കെട്ടി നിൽക്കാതെ പുറത്തേക്ക് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, വെള്ളം എന്ത് ചെയ്യും, അകത്ത് പുറത്തുള്ള വസ്തുക്കൾക്ക് ബന്ധടിച്ചിട്ട് മതിലിന് കേടുപാടുകൾ സംഭവിക്കാനും കാരണമാണ്. നാട്ടറിവുകൾ വേറെ ഉദാഹരണം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിവേദനം തയ്യാറാക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് പ്രേക്ഷകർ, നമ്മുടെ വിലാസം, സ്വീകർത്താവ് ജില്ലാ കളക്ടർ മലപ്പുറം, വിഷയം നമ്മൾ എഴുതുക, കണ്ടന്റ് നമ്മൾ എഴുതുക. വിശ്വസ്തയോടെ മൂക്കുതല പഞ്ചായത്ത് നിവാസികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് മൂക്കുതല. കുത്തുകുത്തിട്ട് വെക്കരുത്, ഇവിടെ കണ്ടന്റ് എഴുതണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.